ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷനാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ്. അതായത് ഇത് മുതൽ ഇനി നമ്മൾ അങ്ങോട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ കാൽക്കുലേഷൻ വരാവുന്ന സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ്? അപ്പോൾ ആവറേജസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് നല്ല പരിചിതമായിട്ടുള്ള വാക്കാണ്. ആവറേജ് കാണുക എന്നുള്ള വാക്ക് നമ്മൾ നല്ലോണം അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ മീൻസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ന്യൂമറിക്കൽ ഒബ്സർവേഷൻസ് ആണ്. അപ്പം നമ്മളെ കയ്യിൽ വിവരശേഖരണങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ഹാവ് എ ലാർജ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മളെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ കുറേ നമ്പേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഒരു ആയിരക്കണക്കിന് നമ്പേഴ്സ്, നൂറുകണക്കിന് നമ്പേഴ്സ് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് തരില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സിനെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനുള്ള പരിപാടികളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കുറച്ച് വരുന്ന സെക്ഷനുകളിൽ ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ആദ്യത്തെ പടിയാണ് ആവറേജ് കാണുക എന്ന് പറഞ്ഞത് അല്ലേ. എന്താണ് ഒരു ആവറേജ്? നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഒരു ആവറേജ് കാണാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നു. ഇപ്പോൾ 10, 20, 30, 40, 50 5 നമ്പേഴ്സ് തന്നിട്ട് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദീസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഈ 5 നമ്പേഴ്സിനെ നിങ്ങൾ ആഡ് ചെയ്യും അല്ലേ. 10 + 20 + 30 + 40 + 50 എന്നിട്ട് എന്ത് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് സാധാരണ ആവറേജ് കാണുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഈ 5 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. 150 / 5 വിച്ച് ഇസ് 30. അപ്പം ഈ നമ്പേഴ്സിൻ്റെ ആവറേജ് 30 എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നമ്പേഴ്സിൻ്റെ ആവറേജ് 30 എന്നത് ഉദ്ദേശിക്കുന്നത് 30 എന്ന് പറഞ്ഞ നമ്പേഴ്സിൻ്റെ ചുറ്റുമായിരിക്കാം ഈ നമ്മളെ കയ്യിലുള്ള ഡാറ്റയിൽ നമ്പേഴ്സ് കിടക്കുന്നത്. അതായത് ഈ 5 നമ്പേഴ്സിനെ ഞാനൊരു സിംഗിൾ നമ്പർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ദിസ് ഈസ് എ സിംഗിൾ നമ്പർ. എനിക്ക് ആവറേജ് എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ സിംഗിൾ നമ്പർ വിച്ച് റെപ്രസെൻറ്റ്സ് എ ഡാറ്റ. ഒരു ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇപ്പോൾ എല്ലാ ഡാറ്റയും ഇതേപോലെ ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ആവണമെന്നൊന്നുമില്ല അല്ലേ. എന്നാലും ഒരു ആവറേജ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഡാറ്റയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒറ്റ നമ്പർ കൊണ്ട് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ഒരു നമ്പറാണ് ഈ ആയിരക്കണക്കിന് നമ്പേഴ്സിനെ നമ്മൾ ഒരൊറ്റ നമ്പർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് അതിനൊരു എസെൻസ്, ആ ഡാറ്റയുടെ ഒരു എസെൻസ് ഒരൊറ്റ നമ്പറിൽ. നമ്മുടെ എസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കൊണ്ട് വലിയൊരു കാര്യത്തിൻ്റെ രുചി നമുക്ക് തരുന്ന സാധനമാണ്. അതേപോലെ ഒരു വലിയൊരു ഡാറ്റയുടെ ഒരു ഐഡിയ നമുക്കൊരു സിംഗിൾ നമ്പർ കൊണ്ട് തരുന്ന ഒരാളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി ആ നമ്പറിൻ്റെ ചുറ്റുമായിരിക്കും. ഇപ്പോൾ ഒരു ഡാറ്റ നമുക്കൊന്നും അറിയാത്തൊരു ഡാറ്റ ആയിരിക്കാം. നമ്മളോട് പറയുകയാണ് അത് ആവറേജ് ഓഫ് ദ ഡാറ്റ ഈസ് 120 എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? നമ്മളെ കയ്യിലുള്ള ഡാറ്റയിൽ വാല്യൂസ് 120യുടെ ചുറ്റുപാടും നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കും. ബാക്കിയുള്ള വാല്യൂസ് ഇതിന് ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്നു എന്ന് നമുക്ക് പറയും. അങ്ങനത്തെ ഒരു വാല്യൂ ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന ആവറേജിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആവറേജ് അപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ. ഇത് മാത്രമല്ല നമ്മൾ എന്തൊക്കെ ആവറേജുകളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ എർത്തമാറ്റിക് മീൻ, അതിനെ AM കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ജിയോമെട്രിക് മീൻ GM, ഹാർമോണിക് മീൻ HM, മീഡിയൻ ആൻഡ് മൂഡ്. ഇതിൽ പലരും പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ എർത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ അല്ലെ. ഈ മീൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അവസാനിക്കുന്നവരുണ്ടല്ലോ, അവർ നമ്മൾ പറയുന്നത് ദേ ആർ കോൾഡ് മാത്തമാറ്റിക്കൽ ആവറേജസ്. ദീസ് ആർ മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയും. ആൻഡ് ഇതിൽ മീഡിയനെയും മോഡിനെയും ചിലപ്പോൾ ഒന്നായിട്ട് പറയും. എന്നാലും കുറച്ചും കൂടി പെർട്ടിക്കുലറായിട്ട് മീഡിയനെ നമ്മൾ പറയുന്നത് പൊസിഷണൽ ആവറേജ് എന്നാണ്. പൊസിഷണൽ ആവറേജ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ്, ഇത്ര 5 ആവറേജുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഇനി ഒരു നല്ല ആവറേജിന്, അപ്പം നമുക്ക് പല ആവറേജുകളും ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല ആവറേജിന് എന്തൊക്കെയാണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു ഗുഡ് ആവറേജ്, നല്ലൊരു ആവറേജിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. 5 രീതികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ പിന്നെ എന്തൊക്കെയാണ് അതിന് വേണ്ട നല്ല പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. ഇത് ചെയ്യുമ്പോഴും സിമ്പിളായിരിക്കണം, എളുപ്പമായിരിക്കണം ചെയ്യാൻ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ല ആവറേജ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ആൻഡ് അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. നമ്മളെ ഡാറ്റയിലുള്ള എല്ലാ ഒബ്സർവേഷനെയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമുക്ക് ആവറേജ് കിട്ടേണ്ടത്. നല്ല ആവറേജിൻ്റെ പ്രോപ്പർട്ടി അതാണ്. ചില ആവറേജുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതിൻ്റെ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ, മീഡിയനൊക്കെ. അപ്പം നല്ലൊരു ആവറേജ് എന്തായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി പറഞ്ഞാൽ ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. അതായത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്, നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തതായിരിക്കണം. അതായത് എല്ലാ സിറ്റുവേഷൻസിലും, ഒരുവിധം എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ആ ആവറേജിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പം ഇങ്ങനെയൊന്നും ഇല്ലാത്ത ആവറേജുകളും ഉണ്ട്. ഇപ്പം മൂഡൊക്കെ ചിലപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെയൊക്കെ വരും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ആവറേജ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ് ഓർ വെൽ ഡിഫൈൻഡ്. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അപ്പം നമ്മുടെ ഡാറ്റയിലുള്ള എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മളെ ഡാറ്റ പോകുന്ന ഇപ്പോൾ ഒരു 25, 32, 45 ഇങ്ങനെ ഒരു ഡാറ്റയാണ് നമുക്ക് കയ്യിൽ. ഇപ്പോൾ ഒരു 17, 20 ഈ രീതിയിലൊരു ഡാറ്റയാണ് നമ്മളുള്ളത്. ഒരു എക്സ്ട്രീം വാല്യൂ വരിക എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും കൂട്ടത്തിൽ കൂടാത്ത മാതിരി വളരെ വലിയൊരു വാല്യൂ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വാല്യൂ ഡാറ്റയിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു 120 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നു. ദാറ്റ് ഈസ് ആൻ എക്സ്ട്രീം വാല്യൂ. അതിനൊരു പാറ്റേൺ മാറി വളരെ വലിയ വാല്യൂ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വാല്യൂ, ഇപ്പോൾ 2 എന്നൊക്കെ പറഞ്ഞൊരു വാല്യൂ ഡാറ്റയിൽ വന്നു. ദാറ്റ് ഈസ് അഗെയിൻ ആൻ എക്സ്ട്രീം വാല്യൂ അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രീം വാല്യൂ വന്നുകൊണ്ട് ഡാറ്റയുടെ പൊതു സ്വഭാവം, ബാക്കിയുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ഏകദേശം നോക്കൂ, ഒരു 20, ആ ഒരു 30 അതിൻ്റെയൊക്കെ ചുറ്റും നിൽക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ കൂടാത്ത മാതിരി എക്സ്ട്രീമായിട്ട് വരുന്ന വാല്യൂസ് വരുമ്പോൾ നമ്മളതിൻ്റെ ആവറേജൊക്കെ കാണുമ്പോൾ ചിലപ്പം വളരെ ചെറുതായി പോകും ആവറേജ്, അല്ലെങ്കിൽ ചിലപ്പം വളരെ വലിയൊരു സംഖ്യ കിട്ടും. അപ്പം നമുക്കൊരു റോങ് ഐഡിയ ആണ് കിട്ടുക അല്ലേ. ചിലപ്പോൾ നമുക്ക് ആവറേജ് ഓഫ് ദ ഡാറ്റ ഈ 70 എന്നിട്ട് ചിലപ്പോൾ കിട്ടും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുക 70ൻ്റെ അടുത്തുള്ള ഡാറ്റ ആയിരിക്കും. പക്ഷേ ആക്ച്വലി ഈ ഡാറ്റ പിന്നെ അതിലത്തെ ഭൂരിപക്ഷം ഒബ്സർവേഷൻസും എവിടെയാണ് കിടക്കുന്ന ഒരു 30, 40 ആ റേഞ്ചിലാണ് കിടക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ശരിക്കും ഒരു എക്സ്ട്രീം വാല്യൂസ് നല്ലൊരു ഡാറ്റേനെ, നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അടുത്ത പോയിന്റ് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ഫർദർ ആയിട്ടുള്ള കാൽക്കുലേഷന് അത് ഉപയോഗപ്പെടണം. അപ്പം മീനുകൾ കാണുകയാണെങ്കിൽ, 2 സെറ്റുകളുടെ എർത്തമാറ്റിക് മീൻ കാണുകയാണെങ്കിൽ ആ കമ്പൈൻ സെറ്റിൻ്റെ എർത്തമാറ്റിക് മീനൊക്കെ കാണാൻ പറ്റണം. അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആവറേജ് ഒക്കെ കാണാൻ പറ്റണം ഒരു നല്ല ആവറേജിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്നത് അതാണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. അതായത് ഒരു നല്ല ആവറേജിന് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി വേണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പിന്നെ ഡാറ്റേൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാമ്പിളുകൾ എടുക്കുകയാണ്, ചെറിയ സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ആ സാമ്പിളുകളുടെ ഒരു ആവറേജ് കിട്ടുമല്ലോ, അത് ഏകദേശം ഒരേപോലെ വരണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. ഓരോ സാമ്പിളുകളുടെയും ആവറേജുകൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം സെയിം ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഓരോ സാമ്പിളിനും ഓരോ തരം ആവറേജുകൾ, ഓരോരോ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് ആവാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പല ആവറേജുകൾ പഠിക്കേണ്ട, എല്ലാ ആവറേജുകൾക്കും ചിലപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസൊന്നും ഉണ്ടായിണ്ടാവില്ല. നല്ല ആവറേജിന് ഇതിലും ഭൂരിപക്ഷം പ്രോപ്പർട്ടീസ് ഒക്കെ വരികയെന്ന് വെച്ചാൽ നമ്മളത് നല്ല ആവറേജ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാ ആവറേജിനും നമുക്ക് കാണാം മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. ചില പ്രോപ്പർട്ടീസ് അനുസരിക്കും, ചില പ്രോപ്പർട്ടീസ് അനുസരിക്കും, അങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പം ഈ ആവറേജുകളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആവറേജാണ് ദ സിംപ്ലസ്റ്റ് ആവറേജ്, ദാറ്റ് ഈസ് എർത്തമാറ്റിക് മീൻ. എർത്തമാറ്റിക് മീനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ആവറേജ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും, നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം പഠിച്ചൊരു ആവറേജ് ആയിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആവറേജാണ് എർത്തമാറ്റിക് മീൻ. അപ്പം നമ്മൾ എർത്തമാറ്റിക് മീൻ അല്ലാതെ ഇനി പഠിക്കാൻ പോകുന്ന എർത്തമാറ്റിക് മീൻ ആയാലും എല്ലാത്തിനെയും ഫോർമുല നമ്മൾ പറയാൻ പോകുന്നത് ഒരൊറ്റ സെറ്റ് ഡാറ്റയിലായിരിക്കില്ല.
നമ്മൾ ഡാറ്റ കണ്ടു. നമ്മൾ 3 സെറ്റായിട്ട് ഡാറ്റേനെ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റേൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിൽ ഇറ്റ് ക്യാൻ ബി റോ ഡാറ്റ, അതായത് ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാത്ത ഡാറ്റയായിരുന്നു റോ ഡാറ്റ എന്ന് പറയുന്നത്. അവിടെ വെറും ഒബ്സർവേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറേ നമ്പേഴ്സ്, നമുക്ക് x1, x2, x3 എക്സെട്ര xn എന്നൊക്കെ പറയും. ഇതാണ് റോ ഡാറ്റ. പിന്നെ നമ്മളെ കയ്യിൽ നമ്മൾ കണ്ടത് ഫ്രീക്വൻസി ഡാറ്റാസാണ്. അത് ഫ്രീക്വൻസി വരുന്ന 2 ടൈപ്പ് ഡാറ്റാസാണ്. അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ടായിരുന്നു, ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് ഉണ്ടായിരുന്നു. എന്താ ഡിസ്ക്രീറ്റ് സീരീസ്? ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഒബ്സർവേഷൻ വാല്യൂസ് മാത്രമായിരുന്നില്ലേ, അപ്പോൾ x1, x2 എക്സെട്ര കുറച്ച് നമ്പേഴ്സ് മാത്രമായിരുന്നില്ലേ, അവരുടെ ഒപ്പം തന്നെ നമ്മൾ അവരുടെ ഫ്രീക്വൻസികളെയും എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് f1, f2 എക്സെട്ര FN. ജനറലായിട്ട് നമുക്കിങ്ങനെ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡാറ്റ. ഇപ്പോൾ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ മാർക്സ് ഇപ്പോൾ 10, 12, 15, 18, 20 ഇതാണ് മാർക്കുകൾ. അത് ഫ്രീക്വൻസീസ് 5, 4, 3, 2, 7 ഇങ്ങനെയൊക്കെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ്. വാല്യൂസും അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫ്രീക്വൻസിയാണത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കണ്ടിന്യൂസ് സീരീസ് ആണ് നമുക്ക് ക്ലാസ്സുകളും ഫ്രീക്വൻസിയും വന്നിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സസ് ആൻഡ് ഫ്രീക്വൻസി വന്ന ഡാറ്റ. അപ്പോൾ 10 to 20 അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ 5, 20 to 30 ഫ്രീക്വൻസി 3 ഇങ്ങനെ തരുന്നിരിക്കുന്ന ഡാറ്റയാണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഓരോ ആവറേജും അതെല്ലാത്തിനെയും ഫോർമുല നമ്മൾ ഈ 3 സെറ്റ് ഫോർമുലാസ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് ഫോർമുല ഇൻ റോ ഡാറ്റ, പിന്നെ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്, ഇൻ കണ്ടിന്യൂസ് സീരീസ്, അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഓരോന്നിൻ്റെയും ഫോർമുല പഠിക്കാൻ പോകുന്നത്. അപ്പം എർത്തമാറ്റിക് മീൻ ആണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആവറേജ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ എന്താ ചെയ്തത്, നമ്പേഴ്സിനെ കൂട്ടി, എത്ര വാല്യൂസാണ് നമ്മളെ കയ്യിലുള്ളത് അവരെ കൂട്ടി എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ആദ്യം ചെയ്തു അല്ലേ. ഇപ്പോൾ 10, 20, 30, 40, 50 എന്നുള്ളതാണ് എൻ്റെ ഡാറ്റ വാല്യൂസ്. ദിസ് ഇസ് റോ ഡാറ്റ വാല്യൂസ് ആണ്. ഞാൻ ജനറലായിട്ട് പറയുകയാണ്, നമ്മളെ കയ്യിലുള്ള ഡാറ്റ ഇതാണെങ്കിൽ അതിൻ്റെ എർത്തമാറ്റിക് മീൻ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. എർത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷനുകളെല്ലാം നമ്മളെ കയ്യിലുള്ള ഡാറ്റയിലത്തെ ഒബ്സർവേഷനെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം എർത്തമാറ്റിക് മീനിനെ നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മളിവരെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു, ഡാറ്റ വാല്യൂസ് എന്ന് പറയും, എല്ലാം ഞാൻ നമ്മളെ കയ്യിലുള്ള ഡാറ്റേനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? arithmetic mean is defined as sum of the observations divided by number of observations. ഇനി നമ്മൾ എർത്തമാറ്റിക് മീനിനുള്ള ഫോർമുലയാണ് നോക്കാൻ പോകുന്നത്. റോ ഡാറ്റയിൽ എന്തായിരിക്കും അതിൻ്റെ ഫോർമുല, ഡിസ്ക്രീറ്റ് സീരീസ് വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫോർമുല, കണ്ടിന്യൂസ് സീരീസ് വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫോർമുല എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് നമ്മൾ ഓരോ സെറ്റിലും നമ്മൾ പ്രോബ്ലം ചെയ്യാനാണ് ഇനി പോകുന്നത്. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കവിടെ പ്രോബ്ലം ചെയ്യുന്ന സെക്ഷൻ തുടങ്ങുന്നത് കൊണ്ട് കാൽക്കുലേറ്റർ റെഡിയാക്കി വെക്കണം. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ നമുക്ക് ജോമെട്രിക് മീൻ അങ്ങനത്തെ ചില കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ലോഗ് കാണൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അതായത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ടാവും. അതും വളരെ കുറച്ച് സ്ഥലങ്ങളിലേ വരുന്നുള്ളൂ. എന്നാലും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെക്കുന്നത് നല്ലതാണ് കേട്ടോ.